വളരെ സമാധാനത്തോടു കൂടിയിട്ടുള്ളൊരു ധർമ്മസമരമാണ് ഞങ്ങൾ നയിക്കുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി കോളേജിൽ പഠിക്കാനായിട്ട് പോയി തിരിച്ച് മൃതശരീരമായി തിരിച്ചേറ്റുവാങ്ങേണ്ടി വന്ന സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ മാത്രമല്ല കേരളത്തിലെ കോടിക്കണക്കിനായ അമ്മമാരുടെ വേദനയിൽ നിന്നാണ് ഈ സമരം ഉണ്ടാകുന്നത്. തങ്ങളുടെ മക്കളെ കോളേജിലേക്ക് അയക്കാൻ ആശങ്കയുണ്ടാകുന്ന രക്ഷകർത്താക്കൾ, അത് ഒരു ജനാധിപത്യ സംസ്കാരത്തിലൊട്ടും ഭൂഷണമല്ല. ആ ആശങ്ക അകറ്റുവാൻ വേണ്ടി സിദ്ധാർത്ഥൻ അവസാനത്തെ പേരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ, KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന കപ്പാസിറ്റിയിൽ ഞാനുമൊക്കെ അനിശ്ചിതകാല നിരാഹാര സമരം ഇരിക്കുന്നത്. ഇന്നലെ കോതമംഗലത്തെ സമരം, ആ കോതമംഗലത്തെ സമരം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സമരമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കേരളത്തിൽ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഹെവി കാഷ്വാലിറ്റിയാണ് ആ വിഷയത്തിനകത്ത് കേരളീയർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പേരുകൾ ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ദിര, അജീഷ്, അങ്ങനെ എത്രയെത്ര പേരുകൾ ഓരോ ദിവസവും മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ കൊല്ലുന്നതിനകത്ത് കാട്ടുമൃഗങ്ങൾ തിരികെ കയറുമ്പോഴാണ് ഈ മരണം അവസാനിക്കുന്നത്. അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തും ഒരു ശ്രമം ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പോൾ ആളുകൾ കൊല്ലപ്പെടാതിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാട്ടുമൃഗങ്ങളെ നാണിപ്പിക്കുന്ന മൃഗീയ മനസ്സുമായി കഴിയുന്ന വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ വിഷയത്തിനകത്ത് ജനങ്ങളുടെ ഒരു പ്രതിഷേധം, പ്രിയപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസും, മൂവാറ്റുപുഴയുടെ MLA ശ്രീ മാത്യു കുൾനാടനും, പെരുമ്പാവൂരിൻ്റെ MLA എൽദോസ് കുന്നപ്പള്ളിയും, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ആ നേതൃത്വം കൊടുക്കുന്ന ജനങ്ങളുടെ കൺസേണിനെയാണ്. നേതൃത്വം കൊടുക്കേണ്ടുന്ന ബാധ്യത പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നലെ രാത്രിയിൽ അകാരണമായി സമരപ്പന്തലിൽ നിന്ന് മാത്യു കുഴൽനാടൻ MLA അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മുഹമ്മദ് ഷിയാസിനെ നാട്ടിലേതോ വലിയ ബോംബ് സ്ഫോടനം നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന കേസിലെ തീവ്രവാദി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ ഷിയാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. രാഹുൽ, അതാണ് ഷിയാസിനെ ഏതാണ്ട് ഷിയാസ് തന്നെ പറഞ്ഞതനുസരിച്ച് 1.5 മണിക്കൂർ ദൂരം ഏതൊക്കെയോ കാട്ടുപ്രദേശങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകുന്നു. ഒടുവിൽ പോലീസുകാർക്ക് ഫോണിന് റേഞ്ച് കിട്ടാതായപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് പോലും. ഇതൊക്കെ ചുമ്മാ വരട്ടാൻ വേണ്ടി ചെയ്യുന്നല്ലേ വിനിത. ഇത് കണ്ടിട്ട് ആര് വരളുന്നു? ഈ വിജയൻ സ്ഥിരമായിട്ട് റിയാസിനെ മാത്രം കാണുമ്പോഴാണ് യുവജന നേതാക്കന്മാരോട് ഇത്ര പുച്ഛമുണ്ടാകുന്നത്. കേരളത്തിലെ എല്ലാ യുവജന നേതാക്കന്മാരും റിയാസിനെ പോലുള്ള ആളുകളല്ല എന്ന് ആദ്യം വിജയൻ ഒന്ന് മനസ്സിലാക്കണം. ഒരു വണ്ടിമേൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ കിടന്ന് കറക്കിയാൽ ഈ കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാർ പേടിച്ചെരണ്ട് വീട്ടിൽ പോകുന്നതാണോ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? വെറുതെയാണ്. അതൊക്കെ ഇയാളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും പേടിക്കാനും വരലാനും ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. 3-ാം തീയതി തന്നെ വീട്ടിൽ തിരിച്ചെത്തിയേക്കാമെന്ന് വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടൊന്നുമല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുള്ള ആശങ്ക ഞങ്ങൾക്കില്ല. അങ്ങനെയൊന്നും വരട്ടാൻ നോക്കണ്ട. അങ്ങനെയൊക്കെ വരട്ടാൻ നോക്കിയ സമരം കൂടുതൽ അഗ്രസീവായി പോവുകയുള്ളൂ. ഇന്നലെ ഇവിടെ ഞങ്ങൾ രാത്രിയിൽ മാത്യുവിനോടും ഷിയാസിനോടുള്ള പ്രശ്നം എന്താ? മാത്യുവിനോടുള്ള പ്രശ്നം ഈ തിട്ട് ഫാമിലിക്കെതിരായിട്ട് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയാസ് ഈ തിരിട്ട് ഫാമിലിക്കെതിരായിട്ട് സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കൈകാര്യം ചെയ്യാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ 50,000 പോലീസുകാരെ വെച്ചിട്ട് കൈകാര്യം ചെയ്ത് നിന്നു കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്.